നമസ്തേ, എല്ലാ കൂട്ടുകാർക്കും ഡാനീസ് SCRT സ്റ്റഡി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ പിതാക പ്രായശ്ചിത് എന്ന് പറയുന്ന ലെസണാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സംസ്മരണമാണ്, അതായത് ഓർമ്മക്കുറിപ്പ്. ഇത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ അരുൺ ഗാന്ധിയാണ്. മാത്രമല്ല ഇതൊരു ട്രാൻസ്ലേഷനാണ്. അരവിന്ദ് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയാണിത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അരുൺ ഗാന്ധി ആരാണ്? അരുൺ ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മകൻ്റെ മകനാണ് ഡോക്ടർ അരുൺ ഗാന്ധി. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് മണിലാൽ ഗാന്ധി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ മണിലാൽ എന്നാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പോലെ, അതായത് പിതാമഹൻ്റെ പോലെ, അതായത് മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധിജിയെ പോലെ തന്നെ അഹിംസയുടെ ഒരു പാതയാണ് ഇദ്ദേഹവും സ്വീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. MK ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നോൺ വയലൻസ് എന്നാണിത് അറിയപ്പെടുന്നത്. ഒരു ക്രിസ്ത്യൻ ബ്രദേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ കെയർ ഓഫിൽ വരുന്ന ഒരു സ്ഥാപനമാണിത്. MK ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നോൺ വയലൻസ്, ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. മാത്രമല്ല ഇവിടെ അഹിംസയാണ് പ്രധാന പഠന അല്ലെങ്കിൽ റിസർച്ച് വിഷയം എന്ന് പറയുന്നത്. ഇവിടെ അഹിംസ തന്നെയാണ്. ഗാന്ധിജിക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്: ഹരിലാൽ ഗാന്ധി, മണിലാൽ ഗാന്ധി, ദേവദാസ് ഗാന്ധി ആൻഡ് രാംദാസ് ഗാന്ധി. അപ്പോൾ 4 മക്കളാണ്. 4 മക്കളിൽ രണ്ടാമത്തെ മകനായ മണിലാൽ ഗാന്ധിയുടെ മകനാണ് ഡോക്ടർ അരുൺ മണിലാൽ ഗാന്ധി. ഇനി ഇദ്ദേഹത്തിൻ്റെ മകനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് തുഷാർ ഗാന്ധി എന്നാണ്. അരുൺ മണിലാൽ ഗാന്ധിയുടെ മകൻ്റെ പേര്. അപ്പോൾ ഇത്രയുമാണ് ഒരു അരുൺ ഗാന്ധിയെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ എന്താണെന്ന് നോക്കാം. ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധി കെ ബേട്ടെ ഓർ മഹാത്മാ ഗാന്ധി കെ പോത്തെ ഹെ. ഇനി ആരാണ് ഇദ്ദേഹം? ഗാന്ധിജിയുടെ മകനായ മണിലാൽ ഗാന്ധിയുടെ മകനാണ്. മഹാത്മാഗാന്ധിക്ക് പോത്തെ. മഹാത്മാഗാന്ധിക്ക് പോത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? പോത്തെ എന്ന് പറഞ്ഞാൽ ചെറുമകൻ, പേരക്കുട്ടി എന്നൊക്കെയാണ് പോത്തെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അരുൺ ഗാന്ധിനെ 30 साल तक ടൈംസ് ഓഫ് ഇന്ത്യ മേ കാം കിയ. ഇദ്ദേഹം അരുൺ ഗാന്ധി ഒരു 30 വർഷത്തോളം എവിടെ? ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തു. ടൈംസ് ഓഫ് ഇന്ത്യ മേ കാം കിയ. ആപ്കി അനേക കിതാബേം പ്രകാശിത് ഹേ. ഇദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ആപ് MK ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കെ സംസ്ഥാപക് ഹേ. ഇനി ഇദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ MK ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനാണ്. യഹ് സംസ്ഥ അഹിംസ പർ ശോധ് കർത്തി ഹേ. ഈ സ്ഥാപനം അഹിംസയിൽ അധിഷ്ഠിതമായ വിഷയമാണ് റിസർച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? ശോധ് കർണ എന്ന് വെച്ചാൽ റിസർച്ച് ചെയ്യുക. അപ്പോൾ ഈ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നത് എന്താണ്? അഹിംസ എന്ന് പറയുന്ന വിഷയമാണ് ഈ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നതും റിസർച്ച് ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ ഇത്രയുമാണ് ഡോക്ടർ അരുൺ ഗാന്ധിയെക്കുറിച്ചുള്ള വിവരണം. ഇനി എന്താ പറഞ്ഞു? നമ്മുടെ ലെസൺ എന്താണെന്ന് പറഞ്ഞു? ഒരു സംസ്മരൺ വിധായാണ് അല്ലേ? പ്രോക്തി എന്ന് പറയുന്നത് സംസ്മരണാണ്. അപ്പോൾ സംസ്മരണം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ഓർമ്മിക്കുക സംഭവങ്ങളൊക്കെ ഓർത്ത് എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോക്ടർ അരുൺ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മറക്കാനാവാത്ത, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു അഹിംസയുടെ പാത കാണിച്ചു കൊടുക്കാൻ ഇടയായ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. നോക്കാം, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. पाठ का नाम है पिता का प्रायश्चित. लेखक अरुण गांधी. यह एक संस्मरण है. उस समय में 16 बरस का था. उस समय में 16 बरस का था. ഉസ് സമയ, ആ സമയത്ത്, മേം ഞാൻ, 16 എന്ന് വെച്ചാൽ എത്രയാണ്? 16 വയസ്സ് പ്രായമായിരുന്നു. എത്ര വയസ്സായിരുന്നു അദ്ദേഹത്തിന്? 16 വയസ്സ് പ്രായം. ബരസ് എന്ന് വെച്ചാൽ വർഷം, അതെന്ന് വെച്ചാൽ വർഷമാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഉസ് സമയ മേം 16 ബരസ് കാ ഥ. ഞാൻ ആ സമയത്ത് 16 വയസ്സുള്ള
ഒരാളായിരുന്നു. ഥ ആയിരുന്നു. സംസ്മരണാണെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ. അപ്പോൾ ഓർത്തെടുത്ത് പറയുന്ന പഴയ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഭൂതകാലമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വെച്ചത്, ഥ എന്ന് പറയുന്ന പ്രയോഗം അവിടെ വച്ചത്. പാസ്റ്റ് ടെൻസിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 16 വയസ്സുള്ള സമയം. और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. അപ്പോൾ ഇദ്ദേഹം 16 വയസ്സുള്ള സമയത്ത് എന്തായിരുന്നു, അപ്നെ മാതാപിതാ കെ സാത്ത്, തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കെ സാത്ത് കൂടെ, ദക്ഷിണാഫ്രിക്കയിൽ ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കരീബ് 18 മീൽ, ഏകദേശം, കരീബ് എന്ന് വെച്ചാൽ ഏകദേശം, 18 എന്ന് വെച്ചാൽ 18 മൈൽ ദൂരത്തുള്ള ഏക് ആശ്രം, ഒരു ആശ്രമത്തിൽ, ഏക് ആശ്രം മേം, ഒരു ആശ്രമത്തിൽ, രഹ്താഥ താമസിക്കുകയായിരുന്നു. കണ്ട പാസ്റ്റ് ടെൻസ് വന്നത് കണ്ട അവിടെ, രഹ്താഥ താമസിക്കുകയായിരുന്നു. आश्रम को मेरे दादाजी महात्मा ഗാന്ധി ने स्थापित किया था. അപ്പോൾ ഈ ആശ്രമം ആരാണ് സ്ഥാപിച്ചത്? ആശ്രമം മേരെ ദാദാജി, എൻ്റെ മുത്തശ്ശനായ മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയാ ഥ, മഹാത്മാഗാന്ധിയാണ് സ്ഥാപിച്ചത്. ആശ്രം ദൂർ ദരാജ് കെ ഇലാഖെ മേം ഥ. ഇനി ആശ്രമം എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞല്ലോ, ഡർബനിൽ നിന്നും 18 മൈൽ ദൂരത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഒരു ആശ്രമത്തിലായിരുന്നു. ഈ ആശ്രമം സ്ഥാപിച്ചത് ഗാന്ധിജി ആയിരുന്നു. ഇനി വളരെ ദൂരം ഉള്ള ഒരു പ്രദേശമായിരുന്നു, ഒരുപാട് ദൂരത്തായിരുന്നു, ഉൾപ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദൂർ ദരാജ് കെ ഇലാഖെ മേധ, വളരെ ദൂരത്തുള്ള, ദൂർ ദരാജ് ദൂരത്തിലുള്ള, ഇലാഖെ എന്ന് വെച്ചാൽ പ്രദേശത്തായിരുന്നു ഈ ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത്. വഹാം ദൂർ തക്ക് ബസ് ഗന്നെ കെ ഖേത് ഥേ. ഇനി എന്താണ് വഹാം, അവിടെ, ദൂർ തക്ക് ധാരാളം ദൂരത്ത്, വളരെ ദൂരത്ത്, ബസ്, അതായത് മറ്റേ ബസ്സല്ല, ഓടുന്ന ബസ്സല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ, ബസ് ഇത്രയും മാത്രം. എന്തുമാത്രം? ഗന്നെ കെ ഖേത് ഥേ. ഗന്നെ എന്ന് വെച്ചാൽ കരിമ്പ്, ഖേത്ത് എന്ന് വെച്ചാൽ വയൽ, അതായത് തോട്ടം, കരിമ്പിൻ്റെ തോട്ടം മാത്രമായിരുന്നു ഇത്. ഒരുപാട് ദൂരത്ത് നീണ്ട്, നമ്മളിവിടെ റബ്ബർ തോട്ടം എന്നൊക്കെ പറയില്ലേ, ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരം വരയ്ക്ക് എന്തുണ്ടാവും, റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇദ്ദേഹം താമസിച്ചിരുന്ന ആശ്രമത്തിൻ്റെ ഒരുപാട് ദൂരത്തോളം എന്ത് മാത്രമായിരുന്നു? കരിമ്പിൻ തോട്ടം മാത്രമായിരുന്നു. ഷഹർ സെ ബഹുത് ദൂർ രഹനെ കെ കാരണം വഹാം ഹമാരെ കോയി പടോസി നഹീ ഥേ. ഇനി എന്തായിരുന്നു? ഷഹർ സെ, പട്ടണത്തിൽ നിന്നും, ഷഹർ സെ എന്ന് പറയുന്ന പ്രയോഗം ഇൽ നിന്നും, പട്ടണത്തിൽ നിന്നും, ബഹുത് ദൂർ വളരെ ദൂരം, രഹനയ്ക്ക് കാരണം വളരെ ദൂരത്തായതുകൊണ്ട്, രഹന എന്ന് വെച്ചാൽ താമസിക്കുക, അതായത് വളരെ ദൂരത്തായതുകൊണ്ട്, വഹാം ഹമാരെ കോയി പടോസി നഹീം ഥേ, എന്തുണ്ടായിരുന്നില്ല അവിടെ, ഞങ്ങളുടെ പടോസി അയൽവാസികൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ മേം और मेरी 2 बहिनें हमेशा शहर जाने के इंतज़ार में रहते थे. അപ്പോൾ നമുക്ക് കൂട്ടുകൂടാനൊന്നും അവിടെ ആരുമില്ല, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഏകദേശം ഒറ്റപ്പെട്ട് താമസിക്കുന്നത് പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മേരി 2 ബഹിനെയും, അദ്ദേഹത്തിൻ്റെ 2 സിസ്റ്റേഴ്സിനും, ഹമേശ എപ്പോഴും, ഷെഹർ ജാനയ്ക്ക് പട്ടണത്തിലേക്ക് പോകുന്നതിൻ്റെ ഇന്തസാർ മേ രഹ്തേ ഥേ, എപ്പോഴും പട്ടണത്തിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടിയ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. എപ്പോൾ അവസരം കിട്ടിയാലും അവർക്കത് പോകാനായിട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നു. ഇന്തസാർ കർണമെന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ വരുന്നത് എപ്പോൾ അവസരം കിട്ടിയാലും പോകാൻ അവർ തയ്യാറായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഹം ഷഹർ ജാനയ്ക്ക് ഹർ മോക്കെ കി തലാഷ് മേ രഹ്തേ. ഇനി ഞങ്ങൾ ഷഹർ ജാനയ്ക്ക് പട്ടണത്തിലേക്ക് പോകുന്നതിന് ഹർ മോക്കെ ഓരോ അവസരവും, മോക്കെ എന്ന് വെച്ചാൽ അവസരവും, കി തലാഷ് മേ രഹ്തേ ഓരോ അവസരവും എന്താണ്, അന്വേഷണം, ഇൻ സെർച്ച് ഓഫ്, അന്വേഷണത്തിൽ ആയിരുന്നു. തലാഷ് മേ രഹ്തേ जिससे हम अपने मित्रों से मिल सके और साथ ही वहाँ के सिनेमा घर में फिल्में देख सके.
അപ്പോൾ എന്തിനാണ് ഇവർ മെയിനായിട്ട് സിറ്റിയിൽ പോകുന്നത്? ഇവരുടെ ഫ്രണ്ട്സ് ആരും തന്നെ ഇവിടെ ഇല്ല, അപ്പോൾ ഫ്രണ്ട്സിനെ കാണാനായിട്ട് അല്ലേ? ജിസ്സേ, അപ്പോൾ അതുവഴി പട്ടണത്തിൽ പോകുന്നത് വഴി ഹം അപ്നെ മിത്രോസേ മിൽസക്കെ, അവർക്ക് അവരുടെ ഫ്രണ്ട്സിനെ, മിത്രോം കൂട്ടുകാരെ കാണാനായിട്ട് സാധിക്കും. ഓർ സാത്ത് ഹി, മാത്രമല്ല ഇതിൻ്റെ കൂടെ വഹാം കെ സിനിമ ഘർമേ ഫിലിമേം ദേഖ് സഖേ, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സിനിമാശാലയിൽ കയറി അല്ലെങ്കിൽ തിയേറ്ററിൽ കയറി സിനിമ കാണുവാനും സാധിക്കും. ഇതായിരുന്നു അവരുടെ ആശ. അപ്പോൾ അങ്ങനെയിരിക്കും ഒരു ദിവസം ഏക് ദിൻ ഈ മേം ഉനേം കാർ സെ ഷഹർ ലേ ജാവും, അങ്ങനെയിരിക്കെ ഒരു ദിവസം പിതാജി അച്ഛൻ മുജ്സെ കഹ, എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കി, എന്തെന്നാൽ മേം ഉനെ കാർ സെ ഷഹർ ലേ ജാവും, ഞാൻ ഉനേം അദ്ദേഹത്തെ കാർ സെ കാറിൽ ഷഹർ ലേ ജാവും പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം. ഉനഹാം പൂരേ ദിൻ കി ഏക് മീറ്റിംഗ് തീ, അദ്ദേഹത്തിന് അവിടെ പൂരേ ദിൻ ഒരു ദിവസം മുഴുവനായിട്ടും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുജെ ऐसे ही मौके की तलाश थी, അപ്പോൾ ഞാൻ അത്തരം ഒരു അവസരത്തിന് വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണത്തിലായിരുന്നു അല്ലേ. അപ്പോൾ എപ്പോഴാണ് പുറത്ത് ചാടാനുള്ള ഒരു അവസരം കിട്ടുകയെന്ന് വെച്ചാൽ റെഡി ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ അരുൺ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സും. അപ്പോൾ ഇവിടെ അവസരം കിട്ടിയത് ആർക്കാണ്? അരുൺ ഗാന്ധിക്കാണ്. അപ്പോൾ അദ്ദേഹം റെഡിയാണ്, വളരെ സന്തോഷമായിട്ടുണ്ടാവും അല്ലേ. ക്യോങ്കി മേ ഷഹർ ജാ രഹാ താ, മാ നെ മുझे സാമാൻ ലാനെ കി ഏക് ലംബി ലിസ്റ്റ് ഥമാ തീ, അപ്പോൾ ഞാൻ പട്ടണത്തിലേക്ക് പോകുന്ന കാരണം എന്തുണ്ടായി? അമ്മ നെ മുझे, അമ്മ എനിക്ക് സാമാൻ ലാനേക്ക്, സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ഏക് ലംബി ലിസ്റ്റ്, ഒരു നീണ്ട ലിസ്റ്റ് ഥമാതി, എനിക്ക് തന്നു. ഷഹർ മേം മുझे പൂരാ ദിൻ ബിതാനാ താ, അപ്പോൾ സിറ്റിയിൽ എനിക്ക് ഒരു കംപ്ലീറ്റ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഏകദേശം ഒരു സമയം കിട്ടി. ഇസ്ലിയെ പിതാജി നെ മുझसे വഹാം കൈ ബക്കായ കാമോം കോ പൂരാ കർണേ കോ കഹ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഒന്ന് അച്ഛനെ കൊണ്ടുപോയി ടൗണിൽ വിടണം, പിന്നെ അച്ഛനാണെങ്കിൽ ഒരു ഫുൾ ഡേ മീറ്റിംഗ് ഉണ്ടായിരുന്നു, മാത്രമല്ല അമ്മ ഒരു വലിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷഹർ മേ പൂരേ ദിൻ ബിതാനാത്ത, അപ്പോൾ ഷഹറിൽ ആ ഒരു കംപ്ലീറ്റ് ഡേ അദ്ദേഹത്തിന് സ്പെൻഡ് ചെയ്യണം, വൈകിട്ട് തിരിച്ചു പോരുമ്പോൾ അച്ഛനെയും കൊണ്ട് പോരേണ്ടതുണ്ട്. ഇസ്ലിയെ, അതുകൊണ്ട് പിതാജീനെ അച്ഛൻ മുझसे വഹാം കൈ ബക്കായ കാമോം കോ, അപ്പോൾ ഇസ്ലി അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ത് ചെയ്തു? മുझसे, എന്നോട്, വഹാം അവിടെ, കൈ ധാരാളം, ബക്കായ എന്ന് വെച്ചാൽ അവർക്ക് അവിടെ ബാലൻസ് ആയി കിടക്കുന്ന വേറെയും കുറേ ജോലികളുണ്ട് അല്ലേ. ബാക്കി അവശേഷിച്ച, ബാക്കി എന്നുള്ളതാണ് ഇവിടെ ബക്കായയുടെ അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ അവശേഷിച്ച എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അവശേഷിച്ച ബാക്കി ജോലികളെല്ലാതും പൂരാ കർണേക്കോക്ക, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലുമൊക്കെ ടൗണിൽ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തോളാൻ, ആ ഒരു ദിവസം എടുത്തോളാനായിട്ട് അദ്ദേഹം അച്ഛൻ ആരോട് പറഞ്ഞു? അരുൺ ഗാന്ധിയോട് പറഞ്ഞു. ഇസ്മേം കാർ കി സർവീസിംഗ് ഭി ഷാമിൽ തീ, അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ സർവീസിംഗ് ഉണ്ടായിരുന്നു. ഷാമിൽ തീ എന്ന് വെച്ചാൽ ഇൻക്ലൂഡഡ്, അതിൽ അടങ്ങിയിരുന്നു, ഉൾപ്പെട്ടിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരുപാട് ജോലികൾ പറഞ്ഞു. അച്ഛനെ കൊണ്ടുവന്ന് വിടണം, പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ വാങ്ങണം, പിന്നെ വേറെ എന്തൊക്കെ ജോലികൾ നിനക്ക് ചെയ്യാനുണ്ടോ അതൊക്കെ അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ച് ഇന്ന ജോലികൾ എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ കാറ് സർവീസിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അരുൺ ഗാന്ധിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടാവും അല്ലേ. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. അപ്പോൾ ഞാൻ പിതാജിക്കോ അച്ഛനെ മീറ്റിംഗ് കി ജഗഹ് പർ, മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത്, ജഗഹ് എന്ന് വെച്ചാൽ സ്ഥലത്ത്, ചോട അദ്ദേഹത്തെ അവിടെ ഞാൻ വിട്ടു. തോ ഉനോനെ മുझे, അപ്പോൾ അദ്ദേഹം എന്നോട് 5 ബജെ 5 മണിക്ക് വഹീം ആ ജാനേക്കോ കഹ, അവിടെ 5 മണിക്ക് തിരിച്ചെത്തണമെന്ന് അച്ഛൻ പറഞ്ഞു. बताए गए कामों को फटाफट निपटाने के बाद मैं झड़ से सिनेमाघर में घुस गया. അപ്പോൾ പറഞ്ഞു തീർത്ത എല്ലാ ജോലികളും, അദ്ദേഹത്തിനോട് പറഞ്ഞ എല്ലാ ജോലികളും ഫട്ടാഫട്ട് പെട്ടെന്ന്, നിപ്പട്ടാനേക്ക് ബാദ്, നിപ്പട്ടാനെന്ന് വെച്ചാൽ തീർക്കുക, പൂർത്തിയാക്കുക, കെ ബാദ് ശേഷം, ജോലികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം, ഝഡ്സെ പെട്ടെന്ന്, അതും ഝഡ്സെ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെയാണ് അർത്ഥം, ഝഡ്സെ സിനിമാ ഘർ മേ ഘുസ് ഗയ, സിനിമ തിയേറ്ററിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. ഘുസ് ഗയ എന്ന് വെച്ചാൽ പ്രവേശിച്ചു.
वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. അപ്പോൾ അവിടെ ജോൺ ബെന്നിൻ്റെ സിനിമയായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്. മാത്രമല്ല വഹ് ബഹുത് ദിൽചസ്പ് ഫിലിം ഥേ, അതൊരു വളരെ രസകരമായ, ദിൽചസ്പ് എന്ന് വെച്ചാൽ രസകരമായ ഒരു സിനിമയായിരുന്നു. ഫിലിം ദേഖ്തേ ദേഖ്തേ, സിനിമ കണ്ട് കണ്ട് മുझे സമയ് കാ ബിൽക്കുൽ ധ്യാൻ നഹി രഹാ, എനിക്ക് സമയത്തെക്കുറിച്ച് യാതൊരു ബോധ്യവും ഉണ്ടായിരുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചതേയില്ല സമയത്തിൻ്റെ കാര്യം. और जब ध्यान आया तब तक शाम के 5:30 बज ചുക്കേ തേ. അപ്പോൾ ഓർ ജബ് ധ്യാൻ ആയ, അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ശ്യാം കെ 5:30 ബജെ, വൈകിട്ട് 5:30 സമയം ആയി, 5:30 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ എത്ര മണിക്കാണ് പറഞ്ഞത്? 5 മണിക്കാണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് ഓർമ്മ വരുമ്പോഴേക്ക് സിനിമ കണ്ടിരുന്നതിൽ മുഴുകിപ്പോയി, സമയത്തിൻ്റെ കാര്യം ഓർമ്മിച്ചെടുക്കുമ്പോഴേക്ക് സമയം 5:30 കഴിഞ്ഞു. ചുക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയി, കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രവൃത്തിനെയാണ് നമ്മൾ ചുക്ക് എന്ന് പറയുന്നത്. ക്രിയ, സഹായക ക്രിയ വെച്ചിട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ബജ് ചുക്കേത്തി, 5:30 കഴിഞ്ഞിരുന്നു. ലഗ് തുടങ്ങുക, ചുക്ക് അവസാനിക്കുക എന്ന് പറയും. അർത്ഥം വരണത് മേം ഝട്പട് ഗ്യാരേജ് പहुंച്ച. അപ്പോൾ കാർ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഝട്പട് പെട്ടെന്ന് തന്നെ, വളരെ ധൃതിയിൽ, ഝട്പട് ധൃതിയിൽ, പെട്ടെന്ന് എന്നൊക്കെയാണ് അർത്ഥം. എന്ത് ചെയ്തു? ഞാൻ ഗ്യാരേജിലേക്ക് പോയി, ഗ്യാരേജ് പहुंचा, ഗ്യാരേജിൽ എത്തി. വഹാം സെ कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बजे चुके थे. അപ്പോൾ എന്തായി? വഹാംസെ അവിടെ നിന്നും, കാർ ലേക്കർ കാറെടുത്ത്, ജബ് അപ്പോൾ, മേ പിതാജിക്ക് പാസ് പहुंचा അതായത് ഞാൻ അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോൾ, തബ് തക് ശ്യാം കെ 6 ബജ് ചുക്കേ ഥേ. അപ്പോൾ സമയം എത്ര ഉണ്ടായിരുന്നു? ശ്യാം കെ വൈകിട്ട്, 6 ബജ് 6 മണി, ചുക്കേ തേ കഴിഞ്ഞിരുന്നു, ചുക്ക് കഴിഞ്ഞു, കഴിഞ്ഞിരുന്നു. പിതാജി ബേസബ്രി സെ മേരാ ഇന്തസാർ കർ രഹേ ഥേ. അച്ഛൻ ബേസബ്രി എന്ന് വെച്ചാൽ ക്ഷമക്കെട്ട്, ഞാൻ 5 മണി എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ 1 മണിക്കൂർ ലേറ്റായി, 6 മണിയായി. അപ്പോൾ ഇവർക്കാണെങ്കിൽ 18 മൈൽ ദൂരം സഞ്ചരിച്ചിട്ട് വേണം ഇവർ താമസിക്കുന്ന സ്ഥലത്ത് എത്താനായിട്ട് അല്ലേ. അപ്പോൾ അച്ഛൻ വളരെ അക്ഷമനായി, ബേസബ്രി എന്ന് വെച്ചാൽ അക്ഷമനായിട്ട്, മേരാ ഇന്തസാർ കർ രഹേ ഥേ, എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഉനോനെ ഉത്സുകതാപൂർവക പൂച്ച, അദ്ദേഹം വളരെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ ഉത്സുകതയോടുകൂടി ചോദിച്ചു, തും ലേറ്റ് ക്യോം ഹോയെ, നീ എന്താ ലേറ്റായത്? ഉന്നേം യഹ് ബതാത്തെ ഹുയെ മുझे बहुत शर्म आई कि मैं ജോൺ ബെൻ की एक പശ്ചിമി ഫിലിം देख रहा था. അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് എനിക്ക് ഭയങ്കര മടി തോന്നി, അല്ലെങ്കിൽ ഒരു ലജ്ജ തോന്നി. ഉന്നെ യഹ് ബാത്ത് ബതാത്തെ ഹുയെ, ഇത് പറഞ്ഞ് കൊടുക്കാനായിട്ട് മുझे बहुत शर्म आई, എനിക്ക് വളരെയധികം, ഷർമ എന്ന് വെച്ചാൽ നാണം ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോൺ ബെന്നിൻ്റെ ഏക്ക് പശ്ചിമി ഫിലിം, ഒരു ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ പാശ്ചാത്യ ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് എനിക്ക് വളരെയധികം ലജ്ജ തോന്നി. ഇസ്ലിയെ മേനെ കഹ് ദിയാ कि कार तैयार नहीं थी. അപ്പോൾ എന്താ ചെയ്തത്? നുണ പറഞ്ഞു അല്ലേ. എന്താ പറഞ്ഞത്? മേനെ കഹ് ദിയ, ഞാൻ പറഞ്ഞു, കി എന്തെന്നാൽ, കാർ തയ്യാർ നഹി ഥി, കാറ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, സർവീസിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇസ്ലിയെ മുझे വഹാം ദേർ ഹോ ഗയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാനവിടെ ലേറ്റ് ആയത് എന്നുള്ള ഒരു നുണ ആര് പറഞ്ഞു? അരുൺ ഗാന്ധി അച്ഛനോട് പറഞ്ഞു. मुझे इस बात का कोई अंदाज़ा नहीं था कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे और असलियत से वाकिफ़ थे. ഇനി എന്താണ്? മുझे इस बात का, എനിക്ക് ഈ കാര്യം, കോയി അന്താസ നഹി ഥ, അന്താസ എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണ്? പെഹലെ ഹി പിതാജി, പെഹലെ ഹി, പിതാജി മുമ്പ് തന്നെ, അച്ഛൻ മുമ്പേ തന്നെ, ഗാരേജ് കോ ഫോൺ കർ ചുക്കേ തെ, ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർ അസ്ലിയത്ത് സെ വാക്കിഫ് തെ, അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം
ഉണ്ടായിരുന്നു. അതായത് കാറ് നന്നാക്കി ശരിയാക്കി കഴിഞ്ഞിരുന്നു, ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള അറിവ്, വാക്കിഫ്, ആ അറിവ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അദ്ദേഹം നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്നുള്ള വസ്തുത ഇദ്ദേഹം അരുൺ ഗാന്ധി ഒട്ടും പ്രതീക്ഷിച്ചില്ല. വേ മേരെ झूठ को जान चुके थे पर बोले. അപ്പോൾ അദ്ദേഹം മേരെ झूठ को जान चुके, എൻ്റെ നുണ ഒക്കെ, झूठ എന്ന് വെച്ചാൽ എന്താണ്, നുണയൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കി, അറിഞ്ഞു കഴിഞ്ഞു, എല്ലാതും അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞു, ചുക്ക് അല്ലേ, കഴിഞ്ഞു. पर बोले എങ്കിലും പറഞ്ഞു, जिस तरह से मैंने तुम्हें बढ़ा दिया कि उसमें मुझसे कोई भारी चूक हुई है. ഇനി എന്താണ്, ജിസ് തരഹ്സെ എപ്രകാരമാണോ, മേനെ ഞാൻ, തുമേം നിന്നെ, ബടാ കിയ നിന്നെ വളർത്തിയത്, ഉസ്മേം മുജ്സെ അതിൽ എനിക്ക്, കോയി ഭാരി ചൂക്ക് ഹുയി എന്താണ്, വലിയ ചൂക്ക് എന്ന് വെച്ചാൽ തെറ്റ്, ചുക്കല്ല ചൂക്ക് ഹുയി വലിയ തെറ്റ് സംഭവിച്ചു. മേനെ തുമേ സച്ച് ബോൽനെ കാ ആത്മവിശ്വാസ് നഹി ദിയാ ഹേ. എന്താണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്, ഇത്രയൊക്കെ വളർത്തി വലുതാക്കി, 10-16 വയസ്സ് വരെ ഇത്രയും വലിയ മുത്തച്ഛൻ്റെ മകനെ വളർത്തി വലുതാക്കി. മേനെ തുമേ സച്ച് ബോൽനെ കാ ആത്മവിശ്വാസ് നഹി ദിയ. അപ്പോൾ എനിക്ക് പറ്റിയ ചൂക്ക്, ഭാരി ചൂക്ക് അല്ലേ, വലിയ തെറ്റ് എന്ന് വെച്ചാൽ സച്ച് ബോൽനെ കാ സത്യം പറയുന്നതിനുള്ള ആത്മവിശ്വാസം, നഹി ദിയ നിനക്ക് തന്നില്ല, ആ ഒരു കുറവ്, ആ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് അച്ഛൻ മറുപടി പറഞ്ഞത്. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. അപ്പോൾ എന്താ സംഭവിച്ചത്, അപ്പോൾ ഇത്രയും വലിയ മഹാത്മാവിൻ്റെ പേരക്കുട്ടി അദ്ദേഹത്തിന് ഒരു സത്യം പറയാനുള്ള, ഞാൻ ഈ കാരണം കൊണ്ടാണ്, സിനിമ കാണാൻ പോയ കാരണം കൊണ്ടാണ്, വലിയ ഒരു തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ ഇത്തരം ഒരു ചെറിയ കാര്യത്തിൽ പോലും സത്യം പറയാനുള്ള ഒരു ആത്മവിശ്വാസം ആർക്കുണ്ടായില്ല, അരുൺ ഗാന്ധിക്ക് ഉണ്ടായില്ല. അത് അദ്ദേഹത്തിൻ്റെ വളർത്തു ദോഷമാണെന്നുള്ള ആ ഒരു കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഇദ്ദേഹം എന്ത് പറഞ്ഞു, അബ് മേം ഞാനിപ്പോൾ, ഘർ തക്ക് കി വീട് വരെയുള്ള 18 മീൽ 18 മൈൽ ദൂരം, പൈദൽ ചൽക്കർ ഹി തൈ കരൂങ്ക. പൈദൽ എന്ന് വെച്ചാൽ കാൽനടയായിട്ട് നടക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് അല്ലേ. കാരണം എന്താ, ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാൻ നിന്നെ സത്യം പറയാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നിനക്ക് തന്നില്ല, അപ്പം അത് കാരണം ഞാനാണ് പ്രായശ്ചിത്തം ചെയ്യാൻ പോകുന്നത്. ഞാൻ വീട് വരെയുള്ള 18 മൈൽ ദൂരം ഞാൻ കാൽനടയായിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. തൈക്കുക എന്ന് വെച്ചാൽ, തൈക്കരുങ്ക എന്ന് വെച്ചാൽ തീരുമാനിക്കും, തീരുമാനം എന്നാണ് അർത്ഥം. यह कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്, യ कहते हुए ഇത് പറഞ്ഞുകൊണ്ട്, സൂട്ട് ബൂട്ട് പെഹനെ പിതാജി അതായത് സൂട്ടും ബൂട്ടൊക്കെ ധരിച്ച അച്ഛൻ എന്തു ചെയ്തു, ചൽന ശുരു കിയ നടക്കാൻ ആരംഭിച്ചു. അന്ധേരാ ഹോ ചുക്കാ ഥ और ज़्यादातर रास्ता कच्चा था. അപ്പോൾ പറഞ്ഞു 6 മണി കഴിഞ്ഞ സമയമാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ഇരുട്ടായി തുടങ്ങി. അന്ധേര ഹോ ചുക്കാത്ത നല്ലതുപോലെ ഇരുട്ടായി കഴിഞ്ഞിരിക്കുന്നു. ചുക്ക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കഴിഞ്ഞു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ആവർത്തിച്ച് പറയണം. അപ്പോൾ അന്ധേര ഹോ ചുക്കാത്ത ഇരുട്ടായി കഴിഞ്ഞിരിക്കുന്നു. ഓർ ജ്യാദാധർ എന്ന് വെച്ചാൽ വളരെയധികം, രാസ്ത റോഡ്, കച്ചാത്ത അതായത് കുറച്ചധികം ദൂരം റോഡ് എന്താണ്, രാസ്ത എന്ന് വെച്ചാൽ റോഡ്, കച്ച നമ്മൾ എന്താ പറയുക, പാകമാവാത്തത് എന്ന് വെച്ചാൽ അത്ര നല്ല ക്ലീൻ ചെയ്യാത്ത അല്ലെങ്കിൽ ടാറിടാത്ത അല്ലെങ്കിൽ മണ്ണിട്ട വഴിനെയൊക്കെയാണ് ഈ കച്ച എന്ന് ഇവിടെ അർത്ഥമാകുന്നത്. കച്ച എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം പാകമാകാത്തതെന്നാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, റോഡ് പാകമാകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിന് അത്ര യോഗ്യമല്ലാത്ത വഴി, അത്ര ക്ലിയർ അല്ലാത്ത, കല്ലും കട്ടയൊക്കെ ഉണ്ടാവും, ടാറിട്ട റോഡൊന്നും അല്ല. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, ജ്യാദാതർ രാസ്തയാണ്, കുറച്ചധികം ദൂരം തന്നെ എന്താണ്, അത്ര നല്ല റോഡ് അല്ല, ആയിരുന്നില്ല. സടക് സുൻസാൻ थी और वहाँ कोई रोशनी भी नहीं थी. സടക് സുൻസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സടക് എന്ന് വെച്ചാൽ റോഡ്, രാസ്ത റോഡ് ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ്. രാസ്ത സടക് ഒക്കെ സിമിലർ മീനിങ്സ് തന്നെയാണ്. അപ്പോൾ സടക് സുൻസാൻ ഥി, സുൻസാൻ എന്ന് വെച്ചാൽ വിജനമായിരുന്നു, ഒരു ആളും ഉണ്ടായിരുന്നില്ല, വളരെയധികം വിജനമായിരുന്നു വഴി.
और वहाँ कोई रोशनी भी नहीं थी. പറയാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് 16 വയസ്സെന്ന് പറയുമ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇത്രയും നല്ല രീതിയിൽ ബിജലി വൈദ്യുതി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാണ് വഹാം കോയി റോഷ്നി ഭി നഹി ഥി, അവിടെ നല്ല രീതിയിൽ പ്രകാശം, റോഷ്നി വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. മേ പിതാജിക്കോ അക്കേല നഹി ചോട് സക്താ ഥ, ഞാൻ പിതാജിക്കോ അച്ഛനെ അക്കേല ഒറ്റയ്ക്ക് നഹി ചോട് സക്ത, അച്ഛനെ എനിക്ക് ഒറ്റയ്ക്ക് വിടാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എൻ്റെ മനസ്സതിനെ അനുവദിക്കുമായിരുന്നില്ല. അച്ഛനെ ഒറ്റയ്ക്ക് ആ വിജനമായ വഴിയിലൂടെ സൂട്ടും ബൂട്ടൊക്കെ ധരിച്ചിട്ട് അദ്ദേഹം നടന്നു പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കുന്നത് എനിക്കൊരിക്കലും സഹിക്കാനാവുമായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്നാണ് അരുൺ ഗാന്ധി പറയുന്നത്. इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा. അപ്പോൾ എന്ത് ചെയ്തു, ഇസ്ലിയെ അതുകൊണ്ട്, എന്തുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് നടത്താനായിട്ട് എനിക്ക് കഴിയുമായിരുന്നില്ല, ഒറ്റയ്ക്ക് ആ വഴിയിൽ ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്ന കാരണം കൊണ്ട് 5.5 घंटे, അപ്പോൾ ഏകദേശം ഒരു 5.5 മണിക്കൂർ നേരം. 5.5 घंटे എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5, സാഢെ ഇവിടെ അര എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ 5.5 घंटे നേരത്തെ നമ്മൾ കണ്ടില്ലേ, 5.5 ബജെ എന്ന് പറയുന്നത്. അപ്പോൾ 5.5 घंटे 5.5 മണിക്കൂർ, 5.5 മണിക്കൂർ തക്ക് വരയ്ക്കും. മേം ഉൻകെ പീച്ചെ പീച്ചെ, ഞാൻ അദ്ദേഹത്തിൻ്റെ പീച്ചെ പീച്ചെ പിറകിലായിട്ട് ധീമി ഗതിസെ, ധീമി എന്ന് വെച്ചാൽ പതുക്കെ, പതുക്കെ മെല്ലെ മെല്ലെ ധീമി ഗതിസെ കാർ ചലാത്താ രഹ, പിറകിൽ പതുക്കെ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. ഇനി എന്താണ്, ഓർ മേരെ ഝൂട്ട് പർ, എൻ്റെ നുണ, ഞാനാണ് നുണ പറഞ്ഞത് അല്ലേ, അരുൺ ഗാന്ധിയാണ് നുണ പറഞ്ഞത്. എന്നിട്ട് അതിന് പ്രായശ്ചിത്തം ചെയ്തത് ആരാണ്, അച്ഛൻ, പിതാജിക്കോ പ്രായശ്ചിത്ത് കർത്തേ ഹുയെ ദേഖ്താ രഹ, ഞാൻ ആ പറഞ്ഞ നുണയ്ക്ക് എൻ്റെ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. उस दिन मैंने जीवन का एक अहम निर्णय लिया, मैं कभी भी झूठ नहीं बोलूँगा. उस दिन, ആ ദിവസം, मैंने ഞാൻ, ജീവൻ ക ഏക്, ജീവിതത്തിലെ ഏറ്റവും, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു അഹം നിർണയ ലിയ, അഹം നിർണയം എന്ന് പറഞ്ഞാൽ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തു, നിർണയ് തീരുമാനം, ലിയ എടുത്തു. ജീവൻ ക ഏക് അഹം നിർണയ് ലിയ, ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം എടുത്തു. എന്തായിരുന്നു ആ തീരുമാനം, മേം കഭി ഭി ജൂട്ട് നഹി ബോലൂങ്ക, ഞാൻ ഒരിക്കലും, കഭി ഭി ഒരിക്കലും, ജൂട്ട് നഹി ബോലൂങ്ക നുണ പറയുകയില്ല എന്ന് പറയുന്ന അഹം നിർണയ് അരുൺ ഗാന്ധിനെ ലിയ, അരുൺ ഗാന്ധി അത്തരമൊരു തീരുമാനം എടുത്തു. മേം അക്സർ ഇസ് ഘടന കെ ബാരെ മേം സോച്ച്താ ഹൂം. ഇനി അതിനുശേഷം ഞാൻ ഈ ഒരു ഇസ് ഘടന, ഈ ഒരു തീരുമാനത്തെ, ഈ സംഭവത്തെക്കുറിച്ച്, ഘടന എന്ന് വെച്ചാൽ സംഭവത്തെക്കുറിച്ച്, സോച്ച്താ ഹൂം ആലോചിച്ചു. അക്സർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, മിക്കവാറും, ഞാൻ ഓർക്കാറുണ്ട്, ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ മിക്കവാറും ഓർക്കാറുണ്ട്. അഗർ മേരി പിതാജിനെ മുझे अन्य पालकों की तरह സജാ ദീ ഹോത്തി തോ, ഇനി ഒരു പക്ഷേ എൻ്റെ അച്ഛനും മറ്റുള്ളവരെ പോലെ, അല്ലെങ്കിൽ മറ്റ് പാരൻസിനെ പോലെ, അന്യ പാലകോം കി തരഹ്, മറ്റ് പാരൻസിനെ പോലെ തന്നെ, സജാ ദീ ഹോത്തി തോ, സജ എന്ന് പറഞ്ഞാൽ ശിക്ഷ, സജാ ശിക്ഷ ദി, ശിക്ഷ തന്നിരുന്നെങ്കിൽ, तो क्या मैंने कोई सबक सीखा होता, എന്താ ഞാൻ എന്തെങ്കിലും പാഠം പഠിക്കോ, സബക് സീഖന എന്ന് വെച്ചാൽ പാഠം പഠിക്കുക. അപ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ടും എല്ലാ പേരൻസും എന്താ ചെയ്യുക, വഴക്ക് പറയും, അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ. പക്ഷേ മണിലാൽ ഗാന്ധി നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. തെറ്റ് ചെയ്തത് എൻ്റെ
വളർത്തുദോഷം കൊണ്ടാണ്, അതുകൊണ്ട് അതിൻ്റെ പ്രായശ്ചിത്തം ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു വലിയ അഹിംസയുടെ പാഠമാണ് അതിലൂടെ സ്വയം ശിക്ഷിച്ചുകൊണ്ട് മകനെ കൂടെ, ഏറ്റവും സ്നേഹമുള്ള മക്കൾക്ക് എപ്പോഴും ഒരിക്കലും അത് സഹിക്കാനാവില്ല. സ്വന്തം തെറ്റിന് പാരൻസ് സ്വയം ശിക്ഷയേൽക്കുക എന്ന് പറയുന്നത് ഒരു മക്കൾക്കും സഹിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അരുൺ ഗാന്ധി സ്വയം അവിടെ തിരുത്തി. അച്ഛൻ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് മകനെ തിരുത്തി, അല്ലാതെ മകൻ അടിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നുമല്ല ചെയ്തത്. വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു ശിക്ഷാ രീതിയാണ് അവിടെ അദ്ദേഹം നടപ്പിലാക്കിയത്. അപ്പോൾ മറ്റ് അന്യപാലകവും കി തരഹ്, മറ്റ് പാരൻസിനെ പോലെ സജാ ദി ഹോത്തി തോ, ശിക്ഷ തന്നിരുന്നെങ്കിൽ ക്യാ മേനെ കോയി സബക് സീഖാ ഹോത്ത, ഞാൻ എന്തെങ്കിലും ഒരു പാഠം പഠിക്കുമായിരുന്നോ? ഷായദ് നഹി, ഒരു പക്ഷേ ഇല്ല. ഷായദ് എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇല്ല. सज़ा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होगी. ഇനി എന്താണ്? സജ രഹനയ്ക്ക് ബാദ് ഭി, ശിക്ഷ സ്വീകരിച്ചതിന് ശേഷവും അല്ലെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടിയതിന് ശേഷവും ഷായദ് ഒരു പക്ഷേ झूठ बोलने की, നുണ പറയുന്നതിൻ്റെ, അപ്നി ആദത്ത്, എൻ്റെ ശീലം, ആദത്ത് എന്ന് വെച്ചാൽ ശീലം, നഹി ബദൽത്തി ഹോത്തി, ഒരു പക്ഷെ ഞാൻ ബദൽത്തി എന്ന് വെച്ചാൽ മാറ്റം വരുത്തുമായിരുന്നില്ല. എല്ലാ പാരൻസിൻ്റെയും പോലെ എൻ്റെ പാരൻറ്റും എന്നെ പണിഷ് ചെയ്തിരുന്നെങ്കിൽ, എന്നെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും झूठ बोलने की ആദത്ത്, നുണ പറയുന്ന ആ ഒരു ശീലം മാറ്റുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഓർക്കുന്നത്. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. परंतु എന്നാൽ ഇസ് അഹിംസക് ഘടന, ഈ അഹിംസാപരമായ സംഭവം, മേരെ ഊപ്പർ, എന്നിൽ, എൻ്റെ മുകളിൽ എന്ന് വെച്ചാൽ എന്നിൽ, ബഹുത് ഗഹര അസർ ഹുവ, എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ചു, എന്നിൽ ഭയങ്കരമായിട്ട് അതങ്ങ് പ്രതിഫലിച്ചു, എൻ്റെ മനസ്സിനെ വളരെയധികം അങ്ങ് സ്പർശിച്ചു. മുझे लगता है, എനിക്ക് തോന്നുന്നു, ജैसे ये घटना कल ही घड़ी हो, എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ഈ സംഭവം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ തോന്നുന്നത്. അഹിംസാക്കി യഹി ശക്തി ഹേ, ഇതാണ് അഹിംസയുടെ ശക്തി. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇദ്ദേഹത്തിന്, അരുൺ ഗാന്ധിക്ക് 16 വയസ്സുള്ളപ്പോൾ നടന്ന സംഭവമാണ്. പക്ഷേ എങ്കിലും അത് ഇപ്പോൾ കഴിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് അഹിംസയുടെ ശക്തി എന്നാണ് അദ്ദേഹം, അത്രത്തോളം തീക്ഷ്ണമാണ് അഹിംസയുടെ ശക്തിയെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ്. യഹി അഹിംസാ കി ശക്തി വോ ബഹുത് ഹി തേസി ഹേ, വളരെയധികം ശക്തിയുള്ളതാണ് ഈ അഹിംസ എന്ന് പറയുന്ന ആ ഒരു മനോഭാവം എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു, നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. നല്ലൊരു പാഠമാണ്, നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു ലെസനാണ് ഇദ്ദേഹത്തിൻ്റെ സ്മരണ, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ തിരുത്തി മുന്നേറാനായിട്ട് ഇനിയും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ഗുഡ് ബൈ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.